ഹായ്, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? എനിക്കൊരു വിഷമം, നിങ്ങൾക്കും ഒരു വിഷമം അല്ലേ കാണാതിരുന്നിട്ട്. അപ്പോൾ കുമ്പിടി ഇന്ന് എത്തിയ ഒരു കാര്യം പറയാനാണ്. നമ്മൾ കണ്ടിട്ട് കുറേ ആയി എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ചിലപ്പോൾ ഒരു പാട്ടായിട്ട് വരും, ചിലപ്പോൾ ഒരു കഥയായിട്ടേക്കും, അല്ലെങ്കിൽ കടങ്കഥയോ പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇനി നിങ്ങളെ കൂടെ കൂടാൻ പോകുന്നത്. നിങ്ങളും എൻ്റെ കൂടെ കൂടൂല. അങ്ങനെയാണെങ്കിലേ ഇന്ന് നമുക്ക് കടങ്കഥയെക്കുറിച്ച് പറയാം. കടങ്കഥ എല്ലാവരും ചോദിക്കൂല്ലേ? നമ്മൾ കടങ്കഥ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലേക്ക് എന്താ വരിക? ഞെട്ടില്ല, വട്ടയില്ല. എന്താ ചോദ്യത്തിൻ്റെ ഉത്തരം? നിങ്ങൾക്കൊക്കെ അറിയാല്ലേ? അതാ ഉത്തരം വരുന്ന വഴി കണ്ടോ? പപ്പടം അല്ലേ? പക്ഷെ ഇങ്ങനെയാണോ നമ്മൾ കടങ്കഥ പഠിക്കേണ്ടത്? എന്താ നിങ്ങളെ അഭിപ്രായം? പക്ഷെ കുമ്പിടീൻ്റെ അഭിപ്രായത്തിൽ കടങ്കഥ ഇങ്ങനെ ചോദ്യം പറഞ്ഞ് ഉത്തരം പറയാം, അങ്ങനല്ല വേണ്ടത്. ഏറ്റവും രസമുള്ള ചോദ്യങ്ങളാണ് കടങ്കഥ ഇല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ചുറ്റിലുള്ള കാര്യങ്ങളെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് കടങ്കഥ. നമ്മൾ വെറുതെ ഇപ്പം എന്താ സ്കൂളിലൊരു മത്സരമായിട്ടോ അല്ലെങ്കിൽ വെറുതെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ആയിട്ടാണ് കടങ്കഥ ചോദിക്കുക. പക്ഷെ അങ്ങനെയാണോ കടങ്കഥ ചോദിക്കേണ്ടത്? കടങ്കഥയെക്കുറിച്ച് അറിയോ? എങ്ങനെയാ കടങ്കഥ തുടങ്ങിയത് എന്നൊക്കെ നിങ്ങൾക്കറിയോ? ശരിക്കുവേ പണ്ടുള്ളവർ ഇന്നുള്ള മാതിരി സീരിയലും കാർട്ടൂണും കണ്ടു കുത്തിരിക്കുക അല്ല. പണ്ട് നമുക്കറിയാം, വലിയ വീടും വലിയ കുടുംബവും അല്ലെങ്കിൽ വീടിന് ചുറ്റും ആൾക്കാരുണ്ടായിരുന്ന സമയമാണല്ലേ. അപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഇവരെല്ലാവരും കൂടിച്ചേരും. എന്നിട്ട് വീട്ടിലുള്ളവരും അടുത്തുള്ള അയൽവക്കക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നതാ കടങ്കഥ. ഇന്നിപ്പോൾ അതിന് സമയമുണ്ടോ അല്ലേ? നമുക്കറിയാം, വൈകുന്നേരം ആയാലും സീരിയൽ കാണാൻ സമയമില്ല. മക്കളാണെങ്കിൽ എന്താ കാർട്ടൂൺ, കൊച്ചു TV, പോഗോ, പിന്നെ ഏതാ കാണല്? അങ്ങനെ കൊച്ചു TV അല്ലെങ്കിൽ പോഗോ, പിന്നെ ഏതാ? കാർട്ടൂൺ നെറ്റ്വർക്ക്. ഇപ്പം ഉണ്ടോ കാർട്ടൂൺ നെറ്റ്വർക്ക്? എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താക്കും? യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കും ഇല്ലേ? ഇപ്പം ആരും ഇങ്ങനെ കഥ പറയാനോ കൂടിച്ചേരാനോ ഒന്നും ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കടങ്കഥ പറയുന്നത് എന്താ? കടയിൽ പോയി 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിറയെ ചോദ്യങ്ങളും ഒരു ഭാഗത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നിറയെ ഉത്തരങ്ങളും. ശരിക്കും കടങ്കഥ ഇല്ലേ വലിയൊരു സംഭവമാണ്. കടങ്കഥ നമുക്കറിയാം, ഒരു കടങ്കഥ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മളെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഉത്തരമാണ്. നമുക്ക് അതിന് വേണ്ടി വലിയ അറിവോ വലിയ പുസ്തകമോ ഒന്നും വായിക്കണ്ട അല്ലേ? വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയോന്നറിയാനാണ്. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. നമുക്കറിയാം എന്താ അതിൻ്റെ ഉത്തരം? എന്താ? നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചോദ്യം. എന്താ അതിൻ്റെ ഉത്തരം? എന്താ? കിണറാണ് അല്ലേ? പക്ഷെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ കുമ്പിടി ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കേട്ടുണ്ടോ കണ്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അതായത് ചോദ്യം ഇതാണ്: ഞാനൊരു മരം. ഞാൻ എന്താണ്? ഞാൻ വലിയൊരു മരമാണ്. എനിക്ക് അല്ലെങ്കിൽ ഞാനൊരു വലിയ മരമാണ്. എനിക്ക് വള്ളിയിട്ടാൽ ഞാനൊരു അസുഖമാണ്. ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേട്ടോടെ. ഞാനൊരു മരം. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എഴുതുമ്പോൾ ഞാനൊരു മരം. എങ്ങനെയുള്ളതാ? വലിയൊരു മരം. എന്നാലോ എനിക്കൊരു വള്ളി ഇട്ടു. മരത്തിനൊരു വള്ളി ഇട്ടു. ആ വള്ളി ഇട്ടപ്പോൾ അതെന്തായി? ഒരു അസുഖമായി മാറി. എന്താണ് അതിൻ്റെ ഉത്തരം? അറിയാമോ?
ആലോചിച്ചു നോക്കിയേ. ഉത്തരത്തിലുള്ള ഉത്തരം പാടില്ല. എന്താണ് അതിന്റെ ഉത്തരം? ആലോചിച്ച് നോക്കാം. മരം. ആ മരത്തിന്റെ പേരിന് ഒരു വള്ളി ഇട്ട് കൊടുത്ത അതൊരു അസുഖമായി മാറി. എന്താണ്? അതന്നെ നമ്മളെ വീടിന്റെ സൈഡിലുള്ളത്. ഏതാണ് ആ മരം? ആലോചിച്ചൊക്കെ. നമ്മളെ വീടിന്റെ ആ സൈഡിലുള്ള മരം, ആ തൊടിയിലൊക്കെ കാണുന്ന പന ഇല്ലേ? പനയ്ക്ക് വള്ളി ഇട്ടാൽ എന്തായി? നായ്ക്ക് വള്ളി ഇട്ടാൽ എന്താ? പനി. നമുക്കൊക്കെ വരുന്ന അസുഖം അല്ലേ? ഇങ്ങനെയാണ് കടങ്കഥ ചോദിക്കുക. എന്നാ വേറെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയോ നോക്കട്ടെ. ഞാനൊരു വെള്ളക്കുള്ളൻ. ഞാൻ എന്താണ്? ഒരു വെള്ളക്കുള്ളൻ. എന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ കാണാം. എവിടെയാ എന്നെ കാണാം? അടുക്കളയില്. എന്നെ തീയിലിട്ടാൽ ഞാൻ ചാട്ടാപ്പാട്ടാ. എങ്ങനെയാണ്? എന്നെ തീയിലിട്ടാ ഞാൻ ചാട്ടാപ്പാട്ടാ. വെള്ളത്തിലിട്ടാലോ? കാണില്ല. വെള്ളത്തിലിട്ടാ ഞാൻ മായാവിയ, എന്നെ കാണൂല. ഒന്നും കൂടി പറയാവേ ചോദ്യം. ഞാനൊരു വെള്ളക്കുള്ളൻ. എന്നെ കാണുന്നത് എവിടെയാ? അടുക്കളയില്. തീയിലിട്ടാൽ ചാട്ടാപ്പാട്ടാ, വെള്ളത്തിലിട്ടാൽ മായാവി. എന്തായിരിക്കും? ഉപ്പ് ആണോ? ആലോചിച്ചു നോക്കിയേ. അടുക്കളയിലാണ് കാണുന്നത്, വെള്ളക്കുള്ളനാണ്. തീയിലിട്ട ചടപടേന്നും പറഞ്ഞു പൊട്ടും. വെള്ളത്തിലിട്ടാലോ? കാണൂലാത്ര. ഏതാണ്? എവിടുന്നോ ഒരു ഉത്തരം കിട്ടിയില്ലേ? അതാണോ? ആണ്. എന്താണ്? ഉപ്പ്. ഉപ്പില്ലാത്ത വീടുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാരും അടുക്കളയിലും കാണൂല്ലേ? വെറുതെ ഒരു ഉപ്പെടുത്ത് തീയിലിട്ടോക്കിയേ, എങ്ങനെയാ പൊട്ടുക? അത് ചടപട ചടപട ചടപട. വെള്ളത്തിലിട്ടാ കാണോ? ഉപ്പിനെ വെള്ളത്തിലിട്ടാ കാണോ? ഇല്ല. എന്നാ ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം, നോക്കട്ടെ നിങ്ങൾക്ക് അറിയോന്ന്. ചോദിക്കട്ടെ. അടിയിൽ മുള്ള്, അതിനു മുകളിലൊരു കാട്. ശ്രദ്ധിച്ച് കേട്ടോണേ. അടിയിൽ മുള്ള്, അതിനു മുകളിലൊരു കാട്, അതിനു മുകളിലൊരു പൂവ്, ഒരു ചുവന്ന പൂവ്. എന്താണ്? അടിയിലൊരു മുള്ള്, ആ മുള്ളിന്റെ മുകളിൽ എന്താണ്? ഒരു കാട്, വലിയൊരു കാട്. അതിനു മുകളിലോ ഒരു പൂവ്. എങ്ങനെയുള്ള പൂവാണ്? നല്ല ചുവന്ന പൂവ്. ആലോചിച്ചു നോക്കിയേ, എന്താണ്? നമ്മളൊക്കെ വീടുകളിൽ കാണാം. ഇനി വീട്ടിലില്ലെങ്കിലും അയൽവക്കത്ത് ഇല്ലേ? എന്തായിരിക്കും? അറിയോ? അടിയിലൊരു മുള്ളുണ്ട്, അതിനു മുകളിൽ ഒരു കാടുണ്ട്, അതിനു മുകളിലാണ് എന്തുള്ളത്? പൂവ്. ആ പൂവ് എങ്ങനെയുള്ള പൂവാണ്? ചുവന്ന പൂവാണ്. ക്ലൂ പറയട്ടെ, നിങ്ങൾക്ക് കിട്ടുമെന്നൊന്ന് നോക്കിയേ. ക്ലൂ ഇതാണ്. ഞാനൊന്നു കൂവിയാൽ നേരം വെളുക്കുമെങ്കിൽ ഞാൻ ആരാണെന്ന് പറയാമോ? ആരാന്ന് കൂകി നേരം വെളുപ്പിക്കുന്നേ? അതന്നെ. പോരട്ടെ. പൂവങ്കോഴി. പൂവങ്കോഴിയാണ് ഈ കടങ്കഥയുടെ ഉത്തരം. അപ്പോഴേ കടങ്കഥ ഇങ്ങനെ വേണം നമ്മൾ ചോദിക്കാം. അല്ലാതെ എങ്ങനെയാ ചോദിക്കുക? കിക്കിലിക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. വേറൊരു ചോദ്യ,
നമുക്കൊക്കെ അറിയാം, എല്ലാവരുടെ വീട്ടിലുള്ളതാ അല്ലേ? കള്ളനെ പേടിച്ച് പണ്ട് അമ്മൂമ്മമാര് എവിടെയാ സാരിത്തലപ്പിൽ കെട്ടി നടന്നു എന്നാ പറയാ. എന്താന്നറിയോ അത്? താക്കോല് അല്ലേ? ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കടങ്കഥകളുണ്ട്. നമ്മളെ വീട്ടിലുള്ള ഓരോ സാധനത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കാം, ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഈ കടങ്കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? കലാവാസന കൂട്ടും, നമുക്കുള്ള ചിന്തിക്കാനുള്ള കഴിവില്ലേ, യുക്തിചിന്ത എന്നൊക്കെ വേണേ പറയാം. ആ ചിന്ത കൂട്ടും, നിരീക്ഷണം വർദ്ധിപ്പിക്കും അല്ലേ? നമ്മൾ ചുറ്റുള്ള കാര്യങ്ങള് സൂക്ഷ്മത്തിൽ നിരീക്ഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ഉത്തരം പറയാനും പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? നമുക്ക് എന്തിനെ കുറിച്ച് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങളും കടങ്കഥകൾ ഉണ്ടാക്കി നോക്കോ? നമ്മളെ വീട്ടിലുള്ളതോ, നമ്മളെ പോകുന്ന വഴിക്ക്, സ്കൂളിൽ പോണ വഴിക്ക് കാണുന്നതോ, നീ വായിച്ച പുസ്തകങ്ങളിലുള്ള ആൾക്കാരെ കുറിച്ചോ, ആരെക്കുറിച്ച് വേണമെങ്കിലും കടങ്കഥ ഉണ്ടാക്കാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? കടങ്കഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീട്ടിലുള്ളവരോട് ചോദിക്കണം, കൂട്ടുകാരോട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഇപ്പോൾ കുമ്പിടി പോട്ടെ. ടാറ്റാ.